കോടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോ വന്നിരിക്കുന്ന കേസോ എന്താ നിങ്ങൾ പറഞ്ഞത്? CBI കള്ളത്തരം കളിക്കുന്നതാണ്. സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, CBI അല്ല സഖാബ് പിണറായി വിജയൻ കട്ടു എന്ന് പറഞ്ഞത്, ക്രമക്കേട് നടത്തി എന്ന് പറഞ്ഞത് CBI അല്ല, CAG ആണ്. CAGയുടെ റിപ്പോർട്ടാ വന്നത്. സഖാബ് പിണറായി വിജയൻ എന്താണ് വിദ്യുത് ശക്തി മന്ത്രിയായിരിക്കുമ്പോ ഇതിനുമായി ബന്ധപ്പെട്ട കരാറിൽ കോടികളുടെ കള്ളത്തരം നടന്നിട്ടുണ്ട്. CAG റിപ്പോർട്ട് വന്നപ്പോ ഉടനെ പൊളിറ്റ് ബ്യൂറോ പ്രതികരിച്ചു. എന്താ പ്രതികരണം? അത് കരടാണ്. ആയിക്കോട്ടെ, കരട് പിന്നെ രേഖയായപ്പോ പറഞ്ഞേ രേഖ ആയ പോരാ, അന്വേഷണം വേണം. നിങ്ങൾ മനസ്സിലാക്കണം, അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഏറ്റവും അടുത്ത് പുറത്തു വന്നത് ആദ്യം CAG വന്നപ്പോ പറഞ്ഞു കരടാണ്, അത് കഴിഞ്ഞപ്പോ പറഞ്ഞു രേഖ വന്നപ്പോ പറഞ്ഞു അന്വേഷണം കഴിക്കണം. എന്നിട്ട് ഇപ്പോ പറയുന്നത് എന്താ? നിങ്ങൾ പറയുന്നത് CBI വിശ്വസ്തരല്ല. അതാണ് കൊടിയേരിയുടെ വർത്താനം. 1.5 മാസം മുമ്പ് മാറാട്ട് കേസിന്റെ വിഷയത്തെ കുറിച്ച് ആഭ്യന്തരമന്ത്രി നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. കേരളത്തിന്റെ അന്വേഷണ ഏജൻസികൾ പര്യാപ്തമല്ല എന്നതുകൊണ്ടല്ല. പത്രക്കാർ ചോദിച്ചു, കേരളത്തിലെ അന്വേഷണ ഏജൻസിയെ ആഭ്യന്തരമന്ത്രിക്ക് വിശ്വാസമില്ലേ? ആഭ്യന്തരമന്ത്രി പറഞ്ഞു വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എന്നാലും വിശ്വസ്തരായ ഒരു ഏജൻസി അന്വേഷിക്കണം. പറയുന്നത് 1.5 മാസം മുമ്പ് മന്ത്രി കൊടിയേരി അറിയോങ്ങള് വിശ്വസ്തരായ ഒരു ഏജൻസി വേണം. എങ്ങനെയാണ് ഈ ഏജൻസി നിങ്ങൾക്ക് 1.5 മാസക്കാലം കൊണ്ട് വിശ്വസ്തരല്ലാതെ പോയത്? മാറാട് കേസ് നിങ്ങൾ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതല്ലേ? പിന്നെ സഖാക്കൾ പറയുന്ന ഇപ്പൊ ന്യായം എന്താണ്? പിന്തുണ പിൻവലിച്ചത് കൊണ്ടാണ് ഞങ്ങളോട് ഈ കോൺഗ്രസുകാരനും ഞങ്ങളോട് ശത്രുത കാട്ടുന്നത് എന്നാണ്. ശരി, പിന്തുണ പിൻവലിച്ചത് ഇപ്പൊ ഈ 5-6 മാസമല്ലേ? പിന്തുണ നിങ്ങൾക്ക് തന്നതോ 4.5 കൊല്ലാണ്. അപ്പൊ എന്തൊക്കെ കിട്ടി? ആ കണക്കുമാണല്ലോ പറയാ. പിന്തുണ പിൻവലിച്ചപ്പോ അവർക്ക് ദേഷ്യം പിടിച്ചു. അപ്പൊ പിന്തുണ കൊടുത്തപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ സന്തോഷത്തിന് എന്തൊക്കെ കിട്ടി? അങ്ങനെ CBI കേസ് ഇതുവരെ വരാതിരുന്നത് ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായിരുന്നോ? അതെന്ന് നിങ്ങൾ പറയുന്നില്ല. പിന്നെ മറ്റൊരു ആരോപണം എന്താണ്? ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഞാൻ ഓടിച്ചു പോകാണ്. അഷ്കറും അതുപോലെ തന്നെ ജാഥ അംഗങ്ങളും ഒക്കെ പറയലുണ്ട്, ഉപയോഗിക്കൊക്കെ പറയലുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കല്ല, ഓടിച്ചു പോകാൻ. പിന്നെ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. എന്റെ സഖാക്കളെ, നിങ്ങളൊരു മിനിമം കോമൺ സെൻസ് വെച്ച് സംസാരിക്കേണ്ടതില്ലേ? രാഷ്ട്രീയമായി നിങ്ങൾ CPM എന്ന് പറയുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പിൽ ഇപ്പൊ എന്താണ്? കേരളത്തിൽ നിങ്ങളൊരു വിഷയമാണോ? വെറുതെ നിന്നാൽ 20 സീറ്റും ജയിക്കാവുന്ന കോലത്തിൽ അപ്പൊ UDF കേരളത്തിലുള്ളത്. അത് UDFന്റെ ഭയങ്കര കഴിവുകൊണ്ടല്ല, നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. ആജാതി കുഴപ്പത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷമുള്ളത്. 20 സീറ്റിലും ജയിച്ചു കയറാൻ പാകത്തിൽ UDF ഇവിടെ നിൽക്കുമ്പോ പിന്നെ നിങ്ങൾ എങ്ങനെയാ UDFനും കോൺഗ്രസിനും ഒരു ഭീഷണിയാവുക? ഇനി പോട്ടെ, കേരളത്തിന് പുറത്താന്ന് വെക്കുക. കേരളത്തിന് പുറത്ത് 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ആ 4 നിയമസഭയിൽ CPM എന്ന് പറയുന്ന ഒരു കക്ഷി എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയമായോ? ഇല്ല. മരുന്നിനെടുക്കാൻ ഒരു സ്ഥലത്തുണ്ടായില്ല. ഞാൻ ഈ അടുത്തൊരു സെമിനാറിൽ പങ്കെടുത്തു കൊടുക്കുമ്പോ നമ്മളുടെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീരാമകൃഷ്ണൻ പറയാണ്, ഷാജി പിന്നെ ഈ കേരളത്തിലെ കാര്യങ്ങളൊക്കെ മതിയല്ലോ, കേരളത്തിലെ ലീഗുള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇന്ത്യ കൊടുക്ക കാശ്മീരിലൊക്കെ കടന്ന് പൊളക്കുക എന്നാ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് പൊളച്ചതിന്റെ ഉഷാറാണ്. കഴിഞ്ഞ തവണ 2 സീറ്റ് ഉണ്ടായിരുന്ന അതും പോയി സഖാവേ, അത് പോയി. 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ആര് ഭരിക്കണം? അതിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP. വേറില്ല. BJP തോറ്റെടുത്ത് കോൺഗ്രസ് ജയിച്ചു, കോൺഗ്രസ് തോറ്റെടുത്ത് BJP ജയിച്ചു. ഇതല്ലാത്ത ഒരു സൊല്യൂഷൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇല്ല എന്ന് ആർക്കും ബോധ്യമുള്ള സമയത്ത് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ എന്തു രാഷ്ട്രീയ പ്രേരണയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ പറയണം കോൺഗ്രസുകാരനുണ്ടാവുക? എങ്ങനെ ഉണ്ടാവുക? എന്ത് രാഷ്ട്രീയ പ്രേരണ? അങ്ങനെ എടുക്കുകയാണെങ്കിൽ മായാവതിനോ അല്ലെങ്കിൽ BJPക്കെതിരോ എടുക്കേണ്ടി വരും. അത് മാത്രമല്ല, നിങ്ങളുടെ എന്താണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞ ഒരു കാര്യം, പിണറായി വിജയൻ എന്താ ചെയ്യേണ്ടതെന്നാണ്. എന്തു ചെയ്യണം? അദ്ദേഹം മുൻ മന്ത്രിയാണ്, ഇപ്പൊ മന്ത്രിയല്ലല്ലോ എന്നാണ്. അപ്പൊ സൗകര്യമായി കരീമിനൊക്കെ. കാരണം മന്ത്രിയാവുമ്പോൾ നല്ലോണം കക്കുക, മന്ത്രി ഇല്ലാത്തപ്പോ നിൽക്കുക, അത്രല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്നാണ്. മന്ത്രിയല്ല പിന്നെ രാജ്യത്തൊരു നിയമം അങ്ങനെയാണോ? കള്ളനെ ഏതു സമയത്തും പിടിച്ചൂടെ? കള്ളൻ മന്ത്രിയായിട്ട് കക്കുകയാണെങ്കിൽ എന്റെ സഖാക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 2.5 കൊല്ല സഖാവ് പിണറായി വിജയൻ നമ്മളെ നാട് ഭരിച്ചത്. നമ്മളെ മാണി സാറൊക്കെ എത്ര കൊല്ലായി ഭരിക്കുന്നു? അതുപോലെ ഞാനും പിണറായി വിജയൻ ഈ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ മൂക്കുപ്പൊടി പോലെ കേരളം ഒറ്റടിക്ക് ഭരിച്ചു തീർക്കുമായിരുന്നു. ആ ജാതി കള്ളത്തരല്ല. 2.5 കൊല്ലം കൊണ്ട് ഈ ജാതി കളവ് നടത്തിയ ഒരു മന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരുപാട് കണക്കുകളുണ്ട്. 2.5 കൊല്ലം കൊണ്ട് ഇത്ര വലിയ ഒരു ആരോപണം തന്നെ ആർക്കെതിരെ വന്നിട്ടില്ല. CBI കുറ്റപത്രം 375 കോടി രൂപക്ക് സമർപ്പിക്കപ്പെട്ട കുറ്റപത്രം. ഇത്ര വലിയ ഒരു ആരോപണം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരനെതിരെയും
വന്നിട്ടില്ല. ലല്ലു പ്രസാദ് യാദവിന്റെ അദ്ദേഹത്തിന്റെ കാലിത്തീറ്റ കുംഭകോണ കേസ് ഉണ്ടായിരുന്നു. എന്താ കുംഭകോണ കേസ്? ആ കേസുകൾ അവസാനം എവിടെ എത്തിയത്? സിബിഐയുടെ കുറ്റപത്രം വരുന്നതിന് മുമ്പ് ലല്ലു പ്രസാദിനോട് രാജിവെക്കണം പാർട്ടിയുടെ പ്രസിഡന്റ് പദം എന്ന് പറഞ്ഞത് നിങ്ങളുടെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ ആണ്. ലല്ലു പ്രസാദിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് നിങ്ങളാണ്, നിങ്ങൾ അറിയണം. എന്നാൽ ഒരു 2.5 കൊല്ലക്കാലം കൊണ്ട് ഇത്ര വലിയ ആരോപണ വിധേയനായ ഒരു മന്ത്രി വേറില്ല. ഡിവൈഎഫ്ഐക്കാരന്റെ കാര്യ സങ്കടം. ഡിവൈഎഫ്ഐക്കാരൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, രാജേഷ്, ഡിവൈഎഫ്ഐ ഏതാണ് സംഘടന? നമ്മളുടെ LKG പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു വെയിലത്ത് നിർത്തിയിട്ട് സത്യപ്രതിജ്ഞ, അഴിമതി വിരുദ്ധ സത്യപ്രതിജ്ഞ. എന്നിട്ട് കുട്ടികളെ വെയിലിന്റെ താപേറ്റ് തലവെറ്റി പോവുക. കുട്ടികൾക്ക് വിവരം തന്നെ അറിയില്ല എന്താണ് അഴിമതി, എങ്ങനെ നടത്തേണ്ടത്, ഏതാ രൂപം, ഒരു പിടുത്തൂല്ല. LKG പഠിക്കുന്ന കുട്ടിക്ക് എന്താ അഴിമതി? ആ കുട്ടിയെ കൊണ്ട് അഴിമതി വിരുദ്ധ പ്രതിജ്ഞ ചെയ്യിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജേഷിന്റെ പത്രസമ്മേളനം. രാജേഷ് പറയുന്നത് ഇതൊരു പിണറായി വിജയനെ കൊടുക്കാവുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. എന്റെ സഖാക്കളെ, ഒരു മിനിമം കോമൺ സെൻസ് വേണ്ടേ? അന്താരാഷ്ട്രം ഗൂഢാലോചിക്കാൻ ഇയാളെന്താ ബില്ലാതെ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, കേരളത്തിന്റെ ഒരു മൂല കിടക്കുന്ന പിണറായി അന്താരാഷ്ട്രത്തിന് എന്ത് ഗൂഢാലോചനയാണ്? നിങ്ങൾ മനസ്സ് കോമൺ സെൻസ് വേണ്ടോ? നിങ്ങൾ ആരാ അറിയാം ഈ പിണറായി വിജയനെ അന്താരാഷ്ട്രം ഗൂഢാലോചിച്ച് തകർക്കാൻ മാത്രം എന്ത് കോപ്പ അയാളുടെ കയ്യിലുള്ളത്? വെറുതെ പറയാ, ചുമ്മാ മനുഷ്യന്മാർക്ക് തിരിയാത്ത ഓരോ വർത്താനം പറഞ്ഞിട്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് പിണറായിനെ തകർക്കാൻ. പിന്നെ അവര് പറഞ്ഞൊരു കാര്യം എന്താണ്? പശ്ചിമ ബംഗാളിലും ഈ CBI കേസെടുത്തു. ആർക്കെതിരെ? ബുദ്ധദേവ് ഭട്ടാചാര്യക്കെതിരെ. അങ്ങനെയാണെങ്കിൽ രാജേഷ്, കേരളത്തിൽ ആർക്കെതിരെ കേസെടുക്കേണ്ടത്? അച്യുതാനന്ദനെതിരല്ലേ? അച്യുതാനന്ദനെതിരല്ലേ? വെറുതെ കേസ് ഉണ്ടാക്കിയതാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരല്ലേ കേസ് ഉണ്ടാക്കേണ്ടത്? അല്ലേ? എന്തുണ്ടായില്ല? അവിടെ ബുദ്ധദേവ് ഭട്ടാചാര്യയെ വിട്ടിട്ട് എന്തേ നിങ്ങളുടെ ജ്യോതി ബസുവിനെ പിടിച്ചില്ല? ജ്യോതി ബസുവിനെ വെറുതെ വിടുകയും ബുദ്ധദേവ് ഭട്ടാചാര്യ അവിടെ പിടിക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിൽ ആരെയാ പിടിക്കേണ്ടത്? കേരളം ഭരിക്കുന്ന അച്യുതാനന്ദനല്ലേ? എന്തേ ആരെയാ പിടിച്ചത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയാണ്. അത് തന്നെ നിങ്ങൾ പറയുന്ന ആരോപണങ്ങളിലെ ഒരു വ്യത്യസ്തതയില്ലേ? ഡിവൈഎഫ്ഐക്കാരൻ നിങ്ങളറിയോ, നമ്മളുടെ എല്ലാ പത്രങ്ങളിലും വന്ന ഒരു വാർത്ത ഉണ്ട്. ഒരു കേണിച്ചറയിലെ, വയനാട്ടിലെ കേണിച്ചറയിലെ ഒരു BEO 500 റുപ്യ കൈക്കൂലി വാങ്ങി. 500 റുപ്യ മനസ്സിലാക്കണം. എന്നിട്ട് പൊരി വെയിലത്ത് ഇയാളെ പോസ്റ്റിൽ കെട്ടിട്ടു 1.5 മണിക്കൂർ അടിച്ചു പരിക്കേൽപ്പിച്ചു. 500 റുപ്യ കൈക്കൂലി വാങ്ങിയതിന് ഒരു BEOനെ പോസ്റ്റിൽ കെട്ടിയിട്ട ഡിവൈഎഫ്ഐക്കാരാണ്. എത്ര കൊല്ലം തന്നെ പിണറായി വിജയനെ പോസ്റ്റിൽ കെട്ടിത്തൂക്കേണ്ടി വരും? ഈ കട്ട സംഖ്യയുടെ കണക്ക് നോക്കിയാൽ എത്ര കൊല്ലം ചെയ്യേണ്ടി വരും? ഏതായാലും ജാഥ തുടങ്ങിയ സ്ഥിതിക്ക് ചെരുപ്പിന്റെ ഒരു മാല അയാളുടെ കഴുത്തിലിട്ടിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഈ ചെയ്ത പാപങ്ങൾക്ക് ഒരു ശിക്ഷ. ചെരുപ്പ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല, കിട്ടുന്ന ഏറുണ്ടാവുമോ അതിന് ഓരോന്ന് എടുത്തു വെച്ചാൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു ഫാക്ടറി തുടങ്ങാനുള്ള പോലാവുന്നതാണ് ഇപ്പത്തെ കണക്ക് കിട്ടിക്കൊണ്ട്. പുറത്തുനിന്ന് ഏതായാലും അതിന് പൈസ മുടക്കേണ്ടി വരില്ല, കട്ടുവെച്ച പൈസ അതിനൊരു പ്രത്യേക പൈസ കൊടുക്കേണ്ടി വരില്ല. ഈ തരത്തിലുള്ള ആളുകൾ. ഏതായാലും ജാഥ നന്നായി. കാരണം എന്താണ്? ജാഥ കാസർഗോഡ് തിരുവനന്തപുരത്താണ്, സെൻട്രൽ ജയിൽ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നേരെ കൊണ്ടാക്കിയാൽ മതി. അപ്പോഴത്തേക്ക് കാര്യം ഒരു കോലത്തിലായി വരും. നേരെ അവിടെ കൊണ്ടുപോയി എത്തിച്ചാൽ മതി. ഇങ്ങനെ ഒരു സംഘടന നിങ്ങൾ മനസ്സിലാക്കണം. കണ്ണൂരിൽ മലയ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഇന്നലെ സഖാവ് പിണറായി വിജയന്റെ മുഖത്തേക്ക് ചെരിപ്പറിഞ്ഞത്. ചരിത്രം കണ്ടിട്ടുള്ള 2ാമത്തെ ചെരുപ്പേറ്. എനിക്കിപ്പോ തോന്നുന്നുണ്ട് ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. കാരണം ഒന്ന് ബുഷിനെ എറിഞ്ഞത്, ഒന്ന് പിണറായിന്. ഇതിലെന്തോ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന. ഈ കാര്യത്തിൽ രാജേഷ് ഉണ്ട്, ഞാൻ പറഞ്ഞതിന് സോറി. കാരണം എന്താ 2ാമത്തെ ചെരുപ്പേറാണ്. ഈ ചെരുപ്പേറ് എങ്ങനെ അറിയും? മലയ സമുദായത്തിൽപ്പെട്ട ഒരു ഈ രാജ്യത്തിലെ അടിസ്ഥാന വർഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരുത്തൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ഒരു സെക്രട്ടറിമാരിൽ ഒരാൾ. തീർന്നില്ല. പയ്യന്നൂരിൽ യോഗം നടക്കുമ്പോ മഹാഭൂരിപക്ഷം പേരും പിണറായി വിജയന് സ്വീകരണം കൊടുക്കാൻ പാടില്ല എന്ന് പാർട്ടി യോഗത്തിൽ പറഞ്ഞു. അതുകൊണ്ട് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലല്ല സ്വീകരണം കൊടുത്തത്, കുറച്ച് മാറിയിട്ടാണ്. അവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ സ്ഥലത്ത് പോയിട്ടാണ് ഈ ചെറുപ്പക്കാരൻ പിണറായി വിജയന്റെ മുഖത്തേക്ക് ചെരിപ്പറിയുന്നത്. മലയ സമുദായത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. എവിടെ? കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ കിടക്കാൻ. ഈ ചെരുപ്പേറി എന്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ചു പ്രോസിക്യൂഷനെ തടയാൻ. രാജ്യത്ത് ചെയ്യാൻ പാടുണ്ടോ അത്? ഈ രാജ്യത്തിലെ നിയമവ്യവസ്ഥയെ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് തടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇല്ലേ? ഇപ്പോഴോ ഏതായാലും ഇന്നലെ സന്തോഷകരമായ ഒരു വാർത്ത, നമ്മുടെ അച്യുതാനന്ദൻ വാ തുറന്നു. നമ്മളെ KN കുഞ്ഞമ്മദ് പറഞ്ഞത് ഇയാളത്തെ മിണ്ടാത്തത്, മിണ്ടിയ തന്നെ കുഴപ്പമായി, കൊരങ്ങാന്നൊരു വിളിയുണ്ട്. പിന്നെ വെറുതല്ല. അപ്പൊ ഇന്നലെ KN പറഞ്ഞത് അത് മോശമായി പോയി. എങ്ങനെ മോശം? കൂടെ വാമൊഴി വഴക്കാണ്. നിങ്ങളല്ലേ പണ്ട് സുധാകരൻ പറഞ്ഞപ്പോ പറഞ്ഞ് അതൊക്കെ ഒരു വാമൊഴി വഴക്കാടുന്നതാണ്. അങ്ങനെ വിളിച്ചതാണ്. ഈ തെറി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇല്ലല്ലോ. സുധാകരൻ വിളിച്ച് അതിന്റെ റേഞ്ച് തീർന്നു. അങ്ങനെ കഴിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞ അത് ഈ വാമൊഴി വഴക്കാണെന്നാണ് ഈ KN ന്യായീകരിച്ചത്. ഇന്നലെ വാമൊഴി വഴക്കം മൂപ്പർക്കും കിട്ടി. കൊരങ്ങാന്നാ വിളിച്ചത് ഇല്ലേ? KN
കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ ചെരുപ്പ് നക്കിയും രാജ്യത്തിലെ ബുദ്ധിജീവികളുടെ അപമാനവുമായിട്ടുള്ള ഈ മനുഷ്യന് കിട്ടേണ്ടത് ഇന്നലെ വാ തുറന്നപ്പോ തന്നെ അച്യുതാനന്ദന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ആദർശ ധീരതയുടെ പേരിലാണ് നമ്മളെ പാർട്ടി വിട്ടിട്ട് അഭിവന്ദ്യനായ KT ജലീൽ പുറത്തു പോയത്. ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആദർശ വിശുദ്ധിയുടെ പേരിൽ പുറത്തുപോയ KT ജലീൽ. എന്നിട്ടോ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയും കൊള്ളക്കാരനുമായിട്ടുള്ള ഒരു ശുദ്ധ കാട്ടുകള്ളനെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാലയിട്ട് കൊണ്ടുപോകേണ്ട ഗതികേട് അള്ളാഹു തന്നതാണ്. അറിയങ്ങള് അള്ളാഹു തന്നതാണ്. ചില ശിക്ഷ വരമ്പത്ത് വെച്ച് കൊടുക്കും, അതിൽപ്പെട്ടതായത്. ഇതിനേക്കാൾ വലിയൊരു ശിക്ഷ വരാനില്ല. എന്നിട്ട് വളിഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാധുവിനെ ന്യായീകരിച്ചിട്ട് പറയേണ്ട ഒരു ഗതികേട്. ഒരു കുറ്റിപ്പുറത്തുനിന്നല്ല പറയണത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ഒന്നേ പറയാനുള്ളൂ, പിണറായി വിജയന്റെ ദേഹത്ത് മുഴുവൻ ചളിയാണ്. ഒരു ഓസ് വെച്ചത് കെടുകാൻ നോക്കും. കാരണം ആ ചെളി കൂടെ മേത്ത് മാറി തേക്കണം. ഈ പൊട്ടത്തരത്തിൽ നിങ്ങൾ നിൽക്കാതെ അയാളെ കൈവിടുക. കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു സ്പേസ് ഉണ്ട്. മുസ്ലിം ലീഗിന്റെ ഒരു ഇടമുണ്ട്. ആ ഇടം മറ്റൊരു പാർട്ടിയിലേക്ക് കടന്നു കയറാനുള്ളതല്ല. മറ്റൊരു പാർട്ടി ഇങ്ങോട്ട് കടന്നു കയറുന്നതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയാണ്. ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള അവകാശം, അധസ്ഥിതന്റെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ എല്ലാവരുടെയും അവകാശം. ആ അവകാശങ്ങൾക്ക് വേണ്ടി കണ്ണും കാതും തുറന്ന് കാത്തിരിക്കുന്ന ഒരു ജാഗ്രതയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പ്രേരിതമായിട്ടുള്ള ഘടകം. ആ ജാഗ്രതയാണ്. ഇതൊരു രാഷ്ട്രീയ വോട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോ ആയ ഒരു സംഘടനയല്ല. ഇതൊരു ജാഗ്രതയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന് മുകളിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിന് മുകളിൽ നീതിയും നിയമവും നടപ്പിലാകുന്നു എന്ന് ഏതു സമയവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന CH-ന്റെ ഒരു വാചകമുണ്ട്. സമുദായത്തിന്റെ കാവൽപ്പട്ടിയാണ് ഞാൻ. അപകടം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, പ്രയാസം വരുമ്പോ സമുദായത്തെ വിളിച്ചു നിർത്തി ഇതാണ് അപകടം എന്ന് പറയുന്ന ഒരു കാവൽപ്പട്ടിയുടെ റോൾ, സമുദായത്തിന്റെ മുമ്പിൽ ഒരു ജാഗ്രതയുടെ റോൾ, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളത്. ആ ജാഗ്രതയുടെ സ്പേസ് ഉണ്ട്. മറുഭാഗത്തോ ഇടതുപക്ഷത്തിന്റെ സ്പേസ് ഉണ്ട്, കോൺഗ്രസിന്റെ സ്പേസ് ഉണ്ട്. അതിനകത്ത് മാന്യമായി അവർ പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടാക്കണം. AKGയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, രാജ്യത്തിലെ ഒരു അപകടത്തെയും അവരാരും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ കമേഴ്സ്യൽ കമ്മ്യൂണിസത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. വികസനം എന്ന് പറയുന്നതിന്റെ രണ്ട് കാഴ്ചപ്പാടുകൾ വന്നു. ഒന്ന് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വികസനം, ജനങ്ങളെ സേവിക്കാനുള്ള ഒരു വികസനം. വ്യവസായ മന്ത്രി കരീം അടക്കമുള്ളവർ വന്നപ്പോ അതിന്റെ മുഖം മാറിയിട്ട് വരുന്നത് എന്താണ്? ഒരു കമേഴ്സ്യൽ ഇൻട്രസ്റ്റ് ഉള്ള, വ്യാവസായിക താല്പര്യമുള്ള ഒരു വികസനം. അതാണ് മലപ്പുറത്തെ ഓഫ് ക്യാമ്പസുമായി ബന്ധപ്പെട്ടുള്ളത്. അവിടെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള വികസനമല്ല. അങ്ങനെയാണെങ്കിൽ ഓഫ് ക്യാമ്പസ് വരണം. എത്ര ഭൂമി, എത്ര ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞാലും വേണ്ടത് ഓഫ് ക്യാമ്പസ് ആണ്. കാരണം അവിടെ LP സ്കൂൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ തരുന്ന ഇന്ത്യയിലെ ഏറ്റവും മാതൃകാ സ്ഥാപനമായിട്ടുള്ള അലിഗഡിന്റെ ഒരു ക്യാമ്പസ് വരിക. രാജ്യത്ത് വളരാനിരിക്കുന്ന തലമുറക്ക് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനാവുക. മലപ്പുറത്തിന്റെ മാത്രമല്ല, മലബാറിന്റെ വികസനം അതുവഴി സാധ്യമാവുക. ഓഫ് ക്യാമ്പസ് അല്ലേ വരേണ്ടത്. മറിച്ചോ രാജ്യത്തിലെ വലിയ സമ്പന്നന്മാരായിട്ടുള്ള യൂസിയെ പോലെ, PK മേനോനെ പോലെയുള്ള, അല്ലെങ്കിൽ ഷെട്ടിയെ പോലെയുള്ള, അതല്ലെങ്കിൽ ഗൾഫാറിനെ പോലെയുള്ള അത്ര വലിയ സമ്പന്നന്റെ അവിടുത്തെ ഭൂമി അവർക്ക് മറിച്ചു കൊടുക്കുക.